സിദ്ദിഖ് സർ, കേരളത്തിൽ മിൽമ സംഭരിക്കുന്ന പാല് 14 ലക്ഷം ലിറ്ററിൽ അതിൽ വയനാട് ജില്ലയിൽ നിന്ന് സംഭരിക്കുന്നത് 2.5 ലക്ഷം ലിറ്ററാണ് സർ. സർ, ഈ ക്വാളിറ്റി നിശ്ചയിക്കുന്നതായ ടെസ്റ്റ് MBRT ടെസ്റ്റാണ്, മെത്തലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. ഇത് ഏറ്റവും ക്വാളിറ്റിയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇന്ത്യയിൽ തന്നെ അത് വയനാട് ജില്ലയാണ് സർ. അണുജീവികൾ ഏറ്റവും കുറവുള്ളതായിരിക്കുന്ന പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് വയനാട്. സർ, എൻ്റെ ചോദ്യം, ക്ഷീരഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഈ വയനാട് ജില്ലയ്ക്ക് ഒരൊറ്റ പഞ്ചായത്തിനെയാണ് നൽകിയത്. നേരത്തെ 1 കോടി രൂപയുണ്ടായിരുന്നു, ഇപ്പം 50 ലക്ഷമാണ്. ഈ 50 ലക്ഷത്തിൻ്റെ നിബന്ധന കാരണം ഇംപ്ലിമെൻ്റ് ചെയ്തതായിരിക്കുന്ന മീനങ്ങാടി പഞ്ചായത്തിൻ്റെ പകുതി തുകയും സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വന്നു. സർ, എൻ്റെ ചോദ്യം ഇതാണ്. ഒന്ന്, ക്ഷീരഗ്രാമം പദ്ധതിയുടെ സർ, ക്ഷീരഗ്രാമം പദ്ധതിയുടെ നിബന്ധനകൾ കർഷകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വീണ്ടും പുനഃക്രമീകരിക്കാനും വയനാട് ജില്ലയെ സമ്പൂർണ്ണ ക്ഷീരഗ്രാമം നടപ്പിലാക്കുന്ന ജില്ലയാക്കി മാറ്റാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുമോ? ഒരു പഞ്ചായത്ത് നടപ്പിലാക്കിയത് ഒരു വലിയ അനീതിയാണ് സർ, അതോടെ ചൂണ്ടിക്കാണിക്കും. സർ, നമുക്ക് ഏറ്റവും കൂടുതൽ പാല് തരുന്ന ഒരു ജില്ല പാലക്കാട് ജില്ലയാണ്. ആ പാലക്കാടാണ് ഏകദേശം 2.5 ലക്ഷത്തോളം ലിറ്റർ പാല് നമുക്ക് കിട്ടുന്നത്. 2 ലക്ഷം ലിറ്റർ പാലാണ് നമ്മുടെ വയനാട് നിന്ന് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത്. 2 ലക്ഷം. ഞാൻ ഇപ്പോൾ പോയി അതിൻ്റെ കണക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം, ഈ ക്ഷീരഗ്രാമം പദ്ധതി കേരളത്തിൽ എല്ലായിടവും നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഒരു വർഷം 25 ക്ഷീരഗ്രാമം വെച്ചേ എടുത്തിരുന്നുള്ളൂ. ആ 20 ക്ഷീരഗ്രാമം വെച്ചെടുക്കുന്നതുകൊണ്ട് അന്ന് നമ്മൾ 50 ലക്ഷം രൂപ നമ്മൾ വകുപ്പ് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുമായിരുന്നു. ബാക്കി 50 ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമായിട്ട് ആ പഞ്ചായത്തിൻ്റെ സെലക്ട് ചെയ്യുന്ന ക്ഷീരകർഷകരിൽ നിന്നായിരുന്നു കളക്ട് ചെയ്ത് 1 കോടി രൂപയുടെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പഞ്ചായത്തിൻ്റെ ഒരു 70 പശുക്കളെങ്കിലും മിനിമം നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. തൊഴുത്തുകൾ നിർമ്മിക്കാം, പുൽകൃഷി നടപ്പിലാക്കാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ക്ഷീരഗ്രാമം പദ്ധതി എടുക്കുന്ന പഞ്ചായത്തുകൾ നമുക്ക് ചെയ്യാം. ഇത്തവണ ഞങ്ങൾ അതിലൊരു മാറ്റം വരുത്തി കൂടുതൽ പഞ്ചായത്തുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തുകളുടെ ഒരു ഫണ്ട് കൂടി ഞങ്ങൾ ഇങ്ങോട്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചു. നമ്മൾ 25 ലക്ഷം രൂപ കൊടുത്താൽ 25 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും കൂടെ ഷെയർ ചെയ്ത് തന്നാൽ ആ 50 ലക്ഷത്തിൻ്റെ പദ്ധതി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഗുണഭോക്തൃ വിഹിതവും കൂടെ ആകുമ്പം 1 കോടി രൂപയുടെ ചെയ്യും. അതുകൊണ്ടാണ് ഇത്തവണ 50 പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. ആ പഞ്ചായത്തിൻ്റെ ഒരു വിഹിതവും കൂടെ ഞങ്ങൾക്ക് തന്നാൽ തീർച്ചയായിട്ടും എത്ര വേണമെങ്കിലും നമുക്ക് തരുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഞാൻ പറയുകയാണ്.